അപ്പോൾ ഇന്നത്തോടു കൂടിയിട്ട് നമ്മളിവിടുത്തെ UK കമ്പനികളുടെ വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീഡിയോ പിടിക്കാനുള്ള പരിപാടിയാണ്. മറ്റന്നെയാണ് ഫ്ലൈറ്റ് ശരിക്കും. അപ്പോൾ നാളെ എയർപോർട്ടിൻ്റെ അടുത്ത് സ്റ്റേ അടിക്കണം. ഇപ്പോൾ ഞാൻ കമ്പനിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഓഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് വിടണം. ആകാശമെല്ലാം കണ്ട ഭയങ്കര കറുകറുത്തിരിക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ അടുത്ത് വരും. അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ ഒരു 5 മണിക്ക് ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പിടിക്കണു. പിന്നെ റൂമിലേക്ക് പോകുന്ന കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം പിന്നെ നാളെ നമ്മളിനി അടുത്ത് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോകും. അതായത് നാട്ടിലേക്ക് പോകും. ആ കാഴ്ചകൾക്കെല്ലാം പോവാം. അപ്പോൾ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ കുറച്ച് വിഷ്വൽസ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ടാക്സിയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഇതെല്ലാം. നമ്മൾ ഈ 2 സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൃഷി കാര്യങ്ങളൊക്കെയാണ്. ചിലത് മഞ്ഞപ്പൂക്കൾ പോലെ ഇതിനപ്പുറത്തുണ്ട്. പൊതുവെ ഈ ഏരിയയിൽ കൃഷി, അതുപോലെ മറ്റേ ഹോഴ്സ് റൈഡിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കൂടുതലും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരുവിധം പോഷ് ഏരിയ തന്നെയാണ്. നമ്മളിവിടെ ഇന്ത്യൻസൊക്കെ വളരെ കുറവാണ് ഈ ഏരിയയിൽ കാണുന്നത്. ബാക്കി ഏരിയയിൽ കുറച്ചും കൂടി ഇന്ത്യൻസ് കാണും. പിന്നെ അതുപോലെ വീടുകളും ഒരു വീട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് വീട്. പിന്നെ കൂടുതലും മൊത്തത്തിൽ കൃഷി തന്നെയാണ്. അപ്പോൾ എനിക്ക് പലതും ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ് പൊതുവെയുള്ള തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ കമ്പനിയിൽ നിന്ന് ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടുന്ന് നമ്മുടെ റൂം വരെ പോകണമെങ്കിൽ ഒരു 10-15 കിലോമീറ്റർ എടുക്കും. അത് പെട്ടെന്ന് തന്നെ എത്തും. പിന്നെ അത്ര വലിയ റഷ് കാര്യങ്ങളൊന്നും ഈ റോട്ടിലൊന്നും ഇല്ല. അപ്പോൾ റോഡും ഭയങ്കര പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, വലിയ ഗട്ടറോ കാര്യങ്ങളൊന്നും ഇല്ല. വലുതല്ല, ഒട്ടും തന്നെ ഗട്ടറോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം നല്ല വൃത്തിയിലാണ്. പിന്നെ അതുപോലെ എന്നും രാവിലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ, ഗാർബേജിൻ്റെ വണ്ടി പോവും. അതുപോലെ പിന്നെ വലിയ ട്രക്ക് പോലെയെല്ലാം വന്നിട്ട് റോഡും ക്ലീൻ ചെയ്യും. ഒരു ചൂല് പോലത്തെ കറങ്ങണ റൊട്ടേറ്റിംഗ് ഇതൊക്കെ ഉള്ള ഒരു സെറ്റപ്പിൽ രാവിലെ തന്നെ ആ പരിപാടികളൊക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു റോഡിൽ പോകുമ്പോൾ എപ്പോൾ നോക്കിയാലും ഒരു കച്ചറ ഒന്നും കാണാനൊന്നും കാണില്ല. ഇപ്പോൾ ഈവൻ ഇത്ര ചെടികളുണ്ടായിട്ട് ഒരു ഇലകൾ പോലും നമുക്ക് റോഡിൽ കാണാൻ പറ്റില്ല. അത്രയും നീറ്റ് ആൻഡ് ടിഡിയായിട്ടാണ് അവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വണ്ടി ഓടിക്കുന്ന ഒരു ബംഗ്ലാദേശിയാണ്. ഇവിടെ കൂടുതലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ബംഗ്ലാദേശികളും പാകിസ്ഥാനികൾ അവരൊക്കെയാണ് കൂടുതൽ ടാക്സി ഡ്രൈവറൊക്കെ ആയിട്ട് വരുന്നത്. ഇന്ത്യൻസൊക്കെ കൂടുതലും റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്ത്യൻസ് കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ചിലതൊക്കെ ഇവിടെ ഇന്ത്യൻ ഹോട്ടലിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ബംഗ്ലാദേശിൽ നടത്തുന്നതൊക്കെ ഉണ്ട്. ഞാൻ അവിടെ കയറി, ഞാൻ ഇന്ത്യൻ ഹോട്ടൽ കണ്ടപ്പോൾ ഞാൻ വെച്ചു നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ വെച്ച് കയറി. ആ ഒരു ഫുഡൊക്കെ ഡെലിവറി ചെയ്ത് വരുമ്പോൾ മനസ്സിലായി ബംഗ്ലാദേശ്. കാരണം പേര് മാത്രമേ തന്നെ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഫുഡിനോട് താല്പര്യമുള്ള കുറേ ഫോറിനേഴ്സ്, അതായത് UK പേഴ്സൺസ് തന്നെയാണ് അവിടെ വരുന്നത് കൂടുതലും. ഞാൻ ഇന്ത്യൻസിനെ ആരെയും കണ്ടില്ല കഴിക്കാൻ. അപ്പോൾ അവരൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ത്യ ഫുഡ് ഇതാണെന്ന് വെച്ചിട്ട് അവർക്ക് ചിലപ്പോൾ ഇത് തന്നെ നല്ലതായിരിക്കും. ഒരുപക്ഷെ അവർ ശരിക്കുള്ളൊരു ഇന്ത്യൻ ഹോട്ടലിൽ ഒന്നുകൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി ബെറ്ററായി തോന്നിയാലേ. അങ്ങനെ നമ്മുടെ പേരും വെച്ചിട്ട് ബംഗ്ലാദേശിൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഞാൻ പോകുന്ന വഴിയിൽ കുറച്ച് സിനിമ ഷൂട്ടിംഗ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൽ കൂടെ നോക്കുമ്പോൾ കാണില്ല. ആ ചെടികൾക്ക് അപ്പുറമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് ഞാൻ 2-3 ദിവസം ഈ വഴി കൂടെ തന്നെ പോകുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അവിടെ എങ്ങനെയുള്ളത്. അല്ലാതെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് ഇതിനപ്പുറത്തുള്ളതെന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് നമ്മൾ ഏകദേശം നമ്മൾ റൂം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇവിടെയാണ് നിന്നുണ്ടായിരുന്നു. ഹോളിഡേ എല്ലാം മാഞ്ചസ്റ്ററിലാണ് നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി. രണ്ടാമത്തെ ടെർമിനലിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ സ്റ്റേ ഉണ്ടായിരുന്നു ഹോളിഡേൻ്റെ. പിന്നെ റൂമിൻ്റെ ഉള്ളെടുത്ത് വെറുപ്പിക്കാൻ എപ്പോൾ നോക്കിയാൽ ഇതൊക്കെ തന്നെയല്ലേ തരുന്നത്, റൂമും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അതുകൊണ്ടാണ് വെറുപ്പിക്കാൻ. എനിക്കൊന്നും ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെയായിട്ട് കിടക്കുന്നത്. എല്ലാ ഫെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ടെമ്പററി ആയിട്ടുള്ള. ഇനി ഈ ടെർമിനലിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ ടെർമിനലിലേക്ക് പോകണം. എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പിടിച്ച് ഒന്നാമത്തെ ടെർമിനലിലേക്ക് പോകാനാണ് പരിപാടി. എല്ലാം പാർക്കിംഗ് നോക്കണം കേട്ടോ. മാഞ്ചസ്റ്ററിലെല്ലാം അത്യാവശ്യം മലയാളീസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്നലെ നിന്ന ഹോട്ടലിൽ തന്നെ അത്യാവശ്യം മലയാളീസ് ഉണ്ട്. അയ്യോ, ഹോട്ടലിൻ്റെ ഫുഡ് കാര്യങ്ങൾ ഡെലിവറിയും എല്ലാം ടീമൊക്കെ ടേബിൾ സർവീസ് ഇന്ത്യൻസ് അത്യാവശ്യം ഒക്കെ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ കയ്യേറിയുണ്ട്. UK മുന്നേ എന്ന കാലത്തൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല ആരും. പക്ഷേ ഇവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തോ ഡെലിവറി റൂട്ടിനൊക്കെ എഴുതിയിട്ടുണ്ട്. ട്രാക്കാണ്. നമ്മളതിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ട് നമുക്ക് അവിടെ
അവിടേക്ക് പിടിക്കണം, ടെർമിനൽ 1ലേക്ക് പിടിക്കണം. രാവിലെയാണ്, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്, തണുപ്പിനൊന്നും ഒരു കുറവില്ല. രാവിലെ 9 മണിക്കാണ് ഫ്ലൈറ്റ്. നേരത്തെ തന്നെ പോവുകയാണ്, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്, കണക്റ്റിങ്ങും അല്ലേ. അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ നിന്ന് കഴിച്ചു, ഹോട്ടലിൽ നിന്ന് എടുത്ത് കഴിഞ്ഞ്. ഇതെല്ലാം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു കൺസ്ട്രക്ഷൻ അപ്പുറത്തെ ഈ ബ്ലാക്ക് ഇതിനപ്പുറത്ത് അവിടെ പണി നടക്കുന്നതുകൊണ്ട് അവർ ടെമ്പററി ആയിട്ട് നടക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. ഇപ്പുറത്തേന് ഫെൻസ് പോലൊക്കെ വെച്ചിട്ട് അടിപൊളി ബസ്സാണ് കേട്ടോ, നമുക്ക് വൈറ്റ് ബസ്. എയർപോർട്ടിൻ്റെ ബസ്സാവും ഈ കാണുന്ന ഒരു ബ്ലൂ. ഇത് കണ്ടു, ഇത് നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ലൂപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ എയർപോർട്ടിൽ നിന്ന് ഒന്നാമത്തെ എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. വേണമെങ്കിൽ എനിക്ക് അതിൽ കയറി പോവാം, ആ എയർപോർട്ടിൽ പോയിട്ട് ഇതിലിങ്ങനെ കയറി കഴിഞ്ഞാൽ മേലെ കൂടെ നടന്നു പോകാം. പക്ഷെ അങ്ങനെ പോകുമ്പോൾ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നാൽ താഴത്തു കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നടന്ന് കുറച്ചുണ്ട്, ഒരു 1/4 കിലോമീറ്റർ ഉണ്ടാവും, 10-300 മീറ്ററോളം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ആ എയർപോർട്ടിലെത്തിയിട്ട് ചെക്കിനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടെന്നാൽ കാണാം. ഇപ്പോൾ പോകുന്ന വഴി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച തന്നെ ഉണ്ടാവുക, അതപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ ദുബായ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഞാനേറ്റ് ദുബായ് പോയിട്ട് അവിടുന്ന് കണക്റ്റിങ് എത്തി നമ്മൾ സൺഡേ, അതായത് നാളെ രാവിലെ നമ്മളെത്തും. ഈസ്റ്ററാണ്. പുതുക്കോളി ബസ ഒന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈസ്റ്റർ നാട്ടിൽ കൂടാം എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് ഒരു 2:30ക്കാണ് എത്തുക. പിന്നെ ക്യാബെല്ലാം മുക്കിയതുണ്ട്, അവിടെ നിന്ന് നേരെ വിടണം. അപ്പോൾ നമുക്ക് ആ വിഷ്വൽസിലേക്ക് പോവാം. എന്തായാലും ഞാനൊന്ന് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിക്കാൻ കേട്ടോ. ഞാനങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ഇതിക്ക് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഇത് നീലൊരു ട്യൂബ് പോലെ മേലെ കൂടെ പോകുന്ന നമ്മൾ തൃശ്ശൂർ ആകാശപാത പോലത്തെ. അത് ഒന്നാമത്തെ ടെർമിനൽ, രണ്ടാമത്തെ ടെർമിനൽ, ഒന്നാമത്തെ ടെർമിനലുള്ള ഷോട്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കയറി, ഇവിടെ നിന്ന് ഇപ്പോൾ റോസിന് താഴത്ത് ഫുള്ള് പാർക്കിംഗ് ആക്കി. അപ്പോൾ പകുതിയിൽ നിന്ന് ഞാൻ കയറി നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണിച്ചാൽ. നല്ല തീമാണ് ഉള്ളിൽ, ഫുള്ള് നീല പുറത്തേക്കെല്ലാം കാണണം. താഴത്ത് ഫുള്ള് പാർക്കിങ്ങാണ്. ആകാശമെല്ലാം കില്ലോടില്ല, ആകാശം നല്ല സ്വർണ്ണ ആകാശം എന്ന് പറഞ്ഞ പോലെ ഫുള്ള് ഗോൾഡ് കളർ, ഫുള്ള് പാർക്കിങ് കേട്ടോ. ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? അവിടെ എല്ലാം ഫ്ലൈറ്റ് എടുക്കുന്നത്, കേരളത്തിൻ്റെ ഫ്ലൈറ്റൊക്കെ എടുക്കുന്നുണ്ട്. നീല നമ്മുടെ ഫ്ലൈറ്റും ഇതിലെവിടെയോ എടുക്കുന്നുണ്ടാവും. നമുക്ക് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ്, തെറ്റൊന്നും പറയാനില്ല. എപ്പോഴും എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് ഇൻ്റർനാഷണൽ ട്രിപ്പിനൊക്കെ ചൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നല്ല സർവീസാണ് അവരുടെ, എല്ലാം ഓൺ ടൈമാണ്, ഡിലേ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവർ വിശ്വസിക്കാൻ പറ്റും എന്തായാലും യാത്ര ചെയ്യുമ്പോൾ. ചില എയർലൈൻസിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ചിലയിലൊക്കെ കയറിയിട്ട് പടി കിട്ടിയിട്ടുമുണ്ട്. അങ്ങനത്തെ എയർലൈനിലൊക്കെ ഞാൻ ഒരു വട്ടമൊക്കെ കയറിയിട്ടുള്ളൂ, 1-2 വട്ടം. പിന്നീടൊന്നും ഞാൻ ഒരിക്കലും അതിൽ ഞാൻ കയറാൻ നോക്കിയിട്ട് തന്നെ ഇല്ല, കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് എയർലൈനെന്നൊന്നും ഞാൻ പറയുന്നില്ല. നടക്കുമ്പോൾ കിതപ്പൊക്കെ വരുന്നുണ്ട് അങ്ങനെ. ഇതിന് മേലേക്കും ഉണ്ട് കേട്ടോ, അപ്പുറത്തേക്കായിട്ടും പാർക്കിംഗ് ഉണ്ട് കേട്ടോ. കണ്ടോ, സ്ലാൻഡായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് മെറ്റൽ കൺസ്ട്രക്ഷൻ തന്നെയാണ്, കോൺക്രീറ്റോ വാർപ്പോ ഒന്നും അല്ല. ഇങ്ങനെ അത്യാവശ്യം സ്റ്റാഫ് ഉണ്ട് കേട്ടോ പാർക്കിങ്ങിൻ്റെ ഇവിടെ. എയർപോർട്ടിനനുബന്ധിച്ച് കുറേ ജോലികളും കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. എന്നാൽ ശരിയെന്നാ, ഒന്നൊന്നുകൂടി ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുള്ള അടുത്ത വിഷ്വൽസ് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി, ചെക്കിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചെക്കിൻ്റെ അവിടെ നമുക്കറിയാം, പിന്നെ വീഡിയോസും അതിനെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉള്ളിൽ കയറി. ഇനി ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇനി ഗേറ്റ് കണ്ടുപിടിക്കണം. ഗേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇവിടെ ഏകദേശം ഗേറ്റുകളായിട്ടുണ്ട്. ഒരു കാറ് നിൽക്കാൻ നോക്ക്, ബെൻസിൻ്റെ മോഡലാണ്. ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്.
നമ്മുടെ വണ്ടി ദുബായിക്കുള്ള എമിറേറ്റ്സ് ആണ്. ഗേറ്റ് 12 ആണ് എഴുതി കാണിക്കുന്നത്. നമ്മളിത് ഗേറ്റ് 12ക്ക് നമ്മൾ പോലാണ് പരിപാടി. ഇത് ഗേറ്റ് 12 അല്ല. എന്തായാലും ഇത് ബാക്കി നോക്കട്ടെ, എന്നാലാണ് നടക്കുള്ളൂ. ഞാൻ ഗേറ്റ് കണ്ടുപിടിച്ച് ഗേറ്റ് പോയി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ ഗേറ്റെല്ലാം കണ്ടുപിടിച്ചു. പിന്നെ നേരത്തെ കാണിച്ച് നമ്മുടെ ഫ്ലൈറ്റ് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റെല്ലാം വന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ബ്രിഡ്ജിൽ കൂടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റാണ് ഇവർ രണ്ട് സൈഡിലും നല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ അവർ നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കും. നല്ല നല്ല ഐഡിയാസാണ്. അപ്പോൾ നല്ല നല്ല ഒക്കെ പ്രീമിയം ക്ലയൻസാണ് ആഡെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് തന്നെ അവർക്ക് കിട്ടിയെന്നും വരും. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് ദുബായ് വഴി പോകുന്നതായതുകൊണ്ട് പല പാകിസ്ഥാനികളും അതുപോലെ എല്ലാ കൺട്രിയിലത്തെ ആൾക്കാരും ഉണ്ട്. പിന്നെ ദുബായ് ഇതൊരു ഹബ്ബാണല്ലോ. പിന്നെ അവിടുന്ന് പല സ്ഥലത്തേക്കായിട്ട് പല ഫ്ലൈറ്റുകളായിട്ട് പോവുകയാണ്. പാകിസ്ഥാനത്തെ ഫ്ലൈറ്റ് അതുപോലെ നമ്മളിപ്പോൾ ഇന്ത്യക്ക് വരുന്നത് അല്ലെങ്കിൽ കൊച്ചിക്ക് വരുന്ന ഫ്ലൈറ്റുകൾ അങ്ങനെയെല്ലാം മാറി മാറി പോകുന്നതുകൊണ്ട് പല കൺട്രീസിലത്തെ ആൾക്കാരുണ്ട്. മെജോറിറ്റിയും ഇതിൽ പാകിസ്ഥാനികളും അതുപോലെ തന്നെ ഇന്ത്യൻസാണ് കൂടുതലും ഈ ഫ്ലൈറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് പിന്നെ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൻ്റെ ഉൾവശമാണ് എമിറേറ്റ്സിൻ്റെ എയർലൈൻസിലാണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ അവർ തന്നിട്ടുണ്ട്. അത്യാവശ്യം മൂവീസ് എല്ലാ ഇന്ത്യൻ മൂവീസും എല്ലാ മൂവീസും ഇതൊരു തന്നിട്ടുണ്ട്. ഏകദേശം ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മൂവീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് കുറച്ച് കണ്ടു തീർക്കാണ്ട് അതാണ് പ്ലസ് പരിപാടി. പിന്നെ വിൻഡോ സീറ്റാണ് കിട്ടിയത്. പിന്നെ ബ്ലാങ്കറ്റ് പില്ലോ എല്ലാം കിട്ടിയിട്ടുണ്ട്. വിങ്ങിൻ്റെ സൈഡിലാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് പറഞ്ഞാൽ ഫ്യൂലിംഗ് ആണ് തോന്നുന്നു. വലിയ ഫ്ലൈറ്റ് തന്നെയാണ് വന്ന അതേപോലത്തെ ഫ്ലൈറ്റ് തന്നെയാണ് അത് വരുന്നത്. ഫ്യൂലിംഗ് ആണ് എല്ലാ പറയുന്ന പോലെ തന്നെ. ഫ്യൂലിംഗ് ഒക്കെ വിങ്ങിലാണ് ഫ്യൂലെല്ലാം സ്റ്റോർ ചെയ്യുക വണ്ടിയുടെ. അത്യാവശ്യം വേറെ ഫ്ലൈറ്റൊക്കെ പോകുന്നു അവിടെ. തുർക്കിഷ് എയർലൈൻസ് ആണ്. അങ്ങനെ അപ്പം ഞാൻ കഴിഞ്ഞത് ഏകദേശം 7 മണിക്കൂർ ഒരു നീണ്ട യാത്ര. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇപ്പോൾ മീറ്റ് അയച്ച കുഴപ്പമില്ലാത്ത ഒരുവിധം ഫ്ലൈറ്റുകളിലൊക്കെ ഉണ്ടാവുന്നൊരു ഇതാണ്. ക്യാമറ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്ലൈ ചെയ്യുമ്പോഴും കാണാൻ പറ്റും. ലൈവ് ക്യാമറസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ലൈവായിട്ടുള്ള വിഷ്വൽസ് ക്യാമറയിൽ നമുക്കിതിൽ കാണിച്ചു തരും അവർ. അപ്പോൾ 3 ക്യാമറ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്യാമറത്തെ വിഷ്വൽസാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്ന ബാക്കിലെ ടൈലിൻ്റെ മേലെ നിന്നുള്ള ക്യാമറ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിനി സ്കൈയിൽ ഫ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് പറയുമ്പോൾ നമ്മുടെ വണ്ടി ഡോഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പുഷ് ബാക്കെല്ലാം ചെയ്യുന്ന വെഹിക്കിൾ അതിൻ്റെ ഏരിയ ആണിത്. ഇത് മറ്റേ ഒരു ചെറിയൊരു ട്രക്ക് പോലത്തതായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മളതിനെ പുഷ് ബാക്ക് ചെയ്യാനും അതുപോലെ പുള്ള് ചെയ്യാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടി. അപ്പോൾ നമ്മളിത് ഫ്ലൈറ്റിൻ്റെയാണ്. അപ്പോൾ ഇത് ഡോഗ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ അടുത്ത ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനാണ്. ഇത് മെയിൻ ഫ്രണ്ടിലത്തെ വിഷ്വൽസാണ് എങ്ങനെയാണുള്ളതെന്നുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഒരു 3 ക്യാമറ ഉണ്ടാവും. പൊതുവെ 3-4 ക്യാമറ ഉണ്ട്. സൗദി അറേബ്യയുടെ ഒക്കെ ഫ്ലൈറ്റ്സിൽ ഇതിനൊക്കെ കൂടുതലുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന്. കഴിഞ്ഞപ്പോൾ ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ വീഡിയോ കാര്യങ്ങൾ അതൊക്കെയാണ് കൂടുതലുണ്ടാവുക ഇതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും പുതിയതായിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എന്തായാലും തീർച്ചയായും കാണിച്ചു തരണം. ഇപ്പോൾ ഈ വിഷ്വൽസിൽ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടുത്തെ പുല്ലെല്ലാം ഭയങ്കര വേവി ആയിട്ട് മൂവ് ആവുന്നത്. കാരണം അത്രയും പവറിലാണ് എൻജിൻ ത്രോട്ടിൽ സ്പീഡെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് അതെല്ലാം പോകുന്നത്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ തുടർന്നുള്ള കാഴ്ചകൾ കാണാം.
അതുപോലെ ഫ്ലാഞ്ചിൻ്റെ വലിപ്പം നല്ല വ്യത്യാസമുണ്ട്. അതെല്ലാം ബ്രേക്കിംഗ് എല്ലാം കാണാൻ ഭയങ്കര രസമാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ വിൻഡോ തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല, അത്രയും മുഴുവൻ അത് ഷിപ്പിൻ്റെ സൈഡ് വിൻഡോ പോലെ തന്നെ അത്രയും നമുക്കതിൻ്റെ ഉള്ളിൽ തല വെച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഞാനൊക്കെ വിൻഡോ സീറ്റ് പ്രോബിലി എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് എമിറേറ്റ്സിൻ്റെ വലിയ ഫ്ലൈറ്റിലെല്ലാം നമുക്ക് ചാരിയിട്ട് അവിടെ പോക്കറ്റിനുള്ളിൽ ഇരിക്കുന്ന പോലെ, കാരണം ഉള്ളിലേക്ക് അത്രയ്ക്കുണ്ട്. അപ്പോൾ അതിലിരിക്കാം. അതുപോലെ നിങ്ങൾ കാണുന്നില്ല ഒരു ടാപ്പ് പോലെ അറ്റത്ത്, അതെല്ലാം ഈ ഓവറായിട്ടുള്ള ഫ്യൂവൽ വരികയാണ്. അതുപോലെ ലാൻഡിങ് സമയത്തൊക്കെ ആണെങ്കിൽ അവർ ഫ്യൂവൽ ഡംപ് ചെയ്യും. അതിനുള്ള വാൾവാണ് ആ ബ്ലാക്ക് ഒരു പൈപ്പ് പോലെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു എമർജൻസി ലാൻഡിങ് കാര്യങ്ങൾ വരുമ്പോൾ ഫ്യൂവൽ മൊത്തമായി സമയത്ത് ലാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ദുബായിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ തുടങ്ങുകയായി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 7 മണിക്കൂറോളം കണ്ടിന്യൂസ് ഞാൻ ഫ്ലൈറ്റിലിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ദുബായ് ആണ്. നമ്മൾ ദുബായ് അടക്കി വരികയാണ്. അപ്പോൾ ദുബായ് അല്ലെങ്കിൽ രാത്രിയെല്ലാം കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ സീ പോർട്ട് ബ്ലാക്കായിട്ട് കാണുന്നത് മൊത്തം കടൽ. പിന്നെ ഇതിൽ ജുമേറയെല്ലാം കാണുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് കാണുക. അപ്പോൾ നമുക്ക് ലാൻഡിങ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ പിന്നെ കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് എടുത്ത് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ നമ്മളൊരു ട്രാവലിംഗ് ആയിരുന്നു ഫ്ലൈറ്റിൽ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം.